ഹായ് ഹലോ ഐ ആം നിതിൻ, ദിസ് ഈസ് NSK മാത്സ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ 9 ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 9 ഭാഗങ്ങൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്തത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് 10, അതായത് നമ്മുടെ ലാസ്റ്റ് ഭാഗം, ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നേരത്തെ ഭാഗങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ലിങ്കുകളുണ്ട്, മുമ്പിലത്തെ ക്ലാസ്സിലെ പ്രീവിയസ് ക്ലാസ്സിന്റെ ലിങ്കുകളുണ്ട്. നിങ്ങൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അപ്പൊ നിങ്ങൾ നോക്കുക, 10ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജർ ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഈസ് ഡിക്രീസ്ഡ് ബൈ 540. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് ലാർജർ നമ്പറിനെ എക്സ് എന്നെടുത്താൽ സ്മോളർ നമ്പർ വൈ എന്നെടുക്കാം, അല്ലെ? ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ x+1 എന്നും, സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ y-1 എന്നും എടുക്കാമല്ലോ. ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നുണ്ട്? 540. വളരെ സിമ്പിൾ അല്ലേ? ഇനി ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാൻ തരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തൊട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെ, പ്രീവിയസ് ഭാഗങ്ങൾ അല്ലെ, പാർട്ടുകൾ നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഇത് നോക്കുക. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ xy മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു 540 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. ഇനി അടുത്ത സെന്റൻസ് വായിച്ചിട്ട് ഇക്വേഷൻ നമ്പർ 2 സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത സെന്റൻസ് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൊഡക്റ്റ് ഓഫ് ലാർജർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 ഈസ് 560. അപ്പൊ ലാർജർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? x-1 എന്നും, സ്മോളർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ y-1 ഈസ് ഈക്വൽ ടു അതിന്റെ പ്രൊഡക്റ്റ് എത്രയാണ്? 560. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? xy പ്ലസ് x മൈനസ് y മൈനസ് 1 ഈസ് ഈക്വൽ ടു 560 ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ആഡ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ xy പ്ലസ് xy എന്തായി മാറും? 2xy ആവും. ഈ മൈനസ് എക്സും ഈ പ്ലസ് എക്സും കൂടെ ക്യാൻസൽ ചെയ്തു. ഈ പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ ക്യാൻസൽ ചെയ്തു. മിച്ചം എന്താണുള്ളത്? -1 -1 എന്തായി മാറും? എന്തുവഴി മാറും? -1 എന്ന് പറഞ്ഞാൽ ഒരേ ചിഹ്നമല്ലേ, തമ്മിൽ കൂട്ടിപ്പോ -2 ഈസ് ഈക്വൽ ടു ഈ 540 560 കൂടെ കൂട്ടുമ്പോൾ 540 560 കൂടെ കൂട്ടുമ്പോൾ 1100 എന്ന് കിട്ടും, അല്ലെ? ഈ -2 ഈക്വൽ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? നോക്കിയേ, 2xy ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2xy ഈസ് ഈക്വൽ ടു 1100 1100 2 കൂട്ടും, അല്ലെ? ഈ പ്ലസ് -2 ഇപ്പുറത്ത് പോകുമ്പോൾ പ്ലസ്, അപ്പൊ 1102 എന്ന് വരും. ഇതിന്റെ അകത്ത് നമുക്ക് xy ഈസ് ഈക്വൽ ടു 1102 ഇൻറ്റു ചെയ്ത് 2 അപ്പുറം പോകുമ്പോൾ ഡിവൈഡ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 551. അപ്പൊ xy എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? പ്രൊഡക്റ്റ് കിട്ടി. xy എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്, അല്ലെ? അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ? അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ എത്ര കിട്ടി? 551. ഇനി അടുത്ത എന്താണ്? വാട്ട് ഈസ് ദർ ഡിഫറൻസ്? അപ്പോൾ ഇതിന്റെ ഡിഫറൻസ്, ഏതിന്റെ ഡിഫറൻസ്? x-y. ഈ സംഖ്യകളുടെ ഡിഫറൻസ്, എക്സിന്റെയും വൈയുടെയും ഡിഫറൻസ് ആണ്. അപ്പൊ x-y കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻസുകൾ ഉണ്ടല്ലോ, ഏതാണ്? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. അതിന്റെ അത് ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ എന്ത് കുറയ്ക്കുക? 1 ഒന്ന് കുറയ്ക്കുക. ഇക്വേഷൻ നമ്പർ 2 എത്രയാണ് നമുക്ക് കിട്ടിയത്? അതൊന്ന് എഴുതുവാണ് ഞാൻ. xy പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു 560 നിന്നും ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? xy മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു 540 നമുക്കൊന്ന് കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ xy ക്യാൻസൽ ആയി പോകും. മിച്ചം എന്താണുള്ളത്? ഇവിടുന്ന് നമുക്ക് കിട്ടാൻ പ്ലസ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 2x. അതേപോലെ തന്നെ മൈനസ് വൈ മൈനസ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ എന്ത് വരും? -2y ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ -1 0. ഇനി 560 540 എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? 2 കോമൺ എടുത്താൽ ബ്രാക്കറ്റിനകത്ത് പിന്നെ എന്തുകൊണ്ട്? x y. അപ്പൊ x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20. ലാസ്റ്റ് സെക്ഷൻ എന്ത് കിട്ടും? ഓക്കെ, ഇതിന്റെ അകത്ത് ഇൻറ്റു ചെയ്ത് 2 അപ്പുറം പോകുമ്പോൾ x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20/2. x മൈനസ് വൈ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 10. അപ്പൊ x മൈനസ് വൈ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് എന്ന് പറയും. ഡിഫറൻസ് എത്ര കിട്ടി? x മൈനസ് വൈ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ നമ്പർ. അത് ഞാൻ ചെയ്യില്ല, കാരണം
പേഴ്സ് ഓഫ് ഇക്വേഷൻ, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ മക്കളെ, എക്സ് മൈനസ് വൈ ഇക്വേഷൻ നമ്പർ എന്തെന്ന് എടുക്കുക, ഒരു ഇക്വേഷൻ ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ എക്സ് വൈ നമുക്കും കിട്ടി, എക്സ് വൈ ഇസ് ഈക്വൽ ടു 551 അല്ലെ. അപ്പോൾ ഇനി നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു ഐഡന്റിറ്റി പഠിച്ച് ആ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഞാൻ ഒരു ഇക്വേഷനും കൂടെ സെറ്റ് ചെയ്ത് തരും. അതിനുശേഷം നമ്മൾ പേഴ്സ് ഓഫ് ഇക്വേഷൻ വെച്ചാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കും. അതറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന എന്റെ എന്താണ് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സ് മൈനസ് വൈ, ഇനി എക്സ് പ്ലസ് വൈയും കൂടെ കിട്ടാൻ വേണ്ടി നമ്മളൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. ഇതേ നമ്മൾ പഠിച്ച ഐഡന്റിറ്റി ആണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുക, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4xy എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷന്റെ അകത്തോട്ട് ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ അറിയില്ല അല്ലെ, അപ്പൊ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ അതേപോലെ തന്നെ എഴുതുകയാണ് ഞാൻ, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ അറിയാം, ഇത്രയാണ് 10. therefore നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 10 സ്ക്വയർ പ്ലസ് 4 ഉണ്ട്, അപ്പൊ 4 ഇൻറ്റു ഈ എക്സ് വൈ നമുക്കറിയാം എത്രയാണ്, എക്സ് വൈ ഇസ് ഈക്വൽ ടു 550, അപ്പൊ അത് ഇട്ട് കൊടുത്തേ 551. ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നേരം നമുക്ക് എത്ര കിട്ടും, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 പ്ലസ് എത്ര വരും, 551 ഗുണം 4, അപ്പൊ എത്ര കിട്ടും, 2204 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 2304. ഇതിന്റെ അത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, റൂട്ട് 2304. ഇതിന്റെ അത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, റൂട്ട് 2304 വാല്യൂ 48. അപ്പൊ അത് ഇങ്ങോട്ട് നോക്കിയേ, ഇതൊരു ഇക്വേഷൻ, ഇതും മറ്റൊരു ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വെച്ച് നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂവും അതേപോലെ എക്സിന്റെ വാല്യൂവും വൈയുടെ വാല്യൂവും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അത് നിങ്ങൾ പേഴ്സ് ഓഫ് ഇക്വേഷൻ മനസ്സിലായില്ലെങ്കിൽ ആ ചാനൽ കണ്ടതിന് ശേഷം, ആ ഭാഗം കണ്ടതിന് ശേഷം നിങ്ങൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിച്ച് എനിക്ക് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ഭാഗത്തിലല്ല, അടുത്ത ക്വസ്റ്റ്യൻ, ഈ ലാസ്റ്റ് ഭാഗത്തിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് സെക്ഷൻ വരുമ്പോൾ എല്ലാം കൂടെ കയറി വരും. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഇത് നോക്കുക, അല്ല ഇത് നോക്കിയിട്ട് ഫസ്റ്റിലോട്ട് പോകില്ല. ആദ്യത്തെ ബേസ് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഇതിലോട്ട് വരും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് നിർത്താം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, the length of the rectangle is increased by, എത്ര പറഞ്ഞിരിക്കുന്നത്, if the length of the rectangle is increased by, ആ ക്വസ്റ്റ്യൻ വായിച്ചേ, if the length of the rectangle is increased by 3 meters and breadth is decreased by 2 meters, its area would be increased by 10 square meter. പേടിക്കാനൊന്നും ഇല്ല, നമുക്ക് എന്തായിട്ട് എടുക്കാം, ലെങ്തിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ബ്രെഡ് എന്ന് നമുക്ക് അറിയത്തില്ല, ബ്രെഡിനെ നമുക്ക് വൈ ആയിട്ട് എടുക്കാം. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്, 3, therefore എക്സ് പ്ലസ് 3 പോരെ. അതേപോലെ ബ്രെഡ് ഈസ് ഡിക്രീസ്ഡ് ബൈ 2, ദാറ്റ് ഈസ് വൈ മൈനസ് 2. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്രൊഡക്റ്റ് അല്ലേ മക്കളെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്, അല്ലെ, ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏരിയയാണ്. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, എക്സ് വൈ അല്ലേ. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് എന്താണ്, ഏരിയയുടെ കൂടെ എന്തായി മാറുന്നു മക്കളെ, ഏരിയ ഈസ് ഡിക്രീസ് ബൈ 10, ദാറ്റ് ഈസ് എക്സ് വൈ മൈനസ് 10 എന്നിരിക്കൂടെ എഴുതാം. ഇത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്കറിയാം, നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് എന്ത് വരും, 2x, അതേപോലെ തന്നെ മൈനസ് 2x, അതേപോലെ തന്നെ പ്ലസ് എന്ത് വരും, 3y മൈനസ് 6 ഈസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് 10. ഈ എക്സ് വൈയും ഈ എക്സ് വൈയും ക്യാൻസൽ ചെയ്യാം, കാരണം ഈക്വലിന് അപ്പുറം ഇപ്പുറം LHSലും RHSലും ഒരേപോലെ വന്ന എക്സ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങ് ക്യാൻസൽ ചെയ്യാം. ഈ മൈനസ് 6 ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 6 ആകും, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് 10. ഇത് അപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും, പ്ലസ് 6, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 4. ഇക്വേഷൻ നമ്പർ 1. പേഴ്സ് ഓഫ് ഇക്വേഷനും ഈ ചാപ്റ്റർ ഇന്റർലിങ്ക്ഡ് ആണ്, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് അവർ പറഞ്ഞത്, ഇഫ് ദ ലെങ്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 2, the length is decreased by, we already know that what is length, x, it is decreased by 2 means x minus 2, and breadth is എന്താണ് പറഞ്ഞിരിക്കുന്നത്, breadth is increased by 3, that is y plus 3 ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞത്, ഇറ്റ്സ് ഏരിയ വുഡ് ബി increased by 30, that is ഏരിയ നമുക്കറിയാം xy plus 30. ഇതുപോലെ തന്നെ ഐഡന്റിറ്റി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, xy മൈനസ് എന്ത് വരും, സോറി xy പ്ലസ് 3x മൈനസ് 2y മൈനസ് 6 ഈസ് ഈക്വൽ ടു xy പ്ലസ് 30. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയാൻ മേലാത്തവര്
ദയവ് ചെയ്ത് പ്രീവിയസ് ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്ടുകൾ കണ്ടതിന് ശേഷം ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പൊ ഈ എക്സ് വൈയും ക്യാൻസൽ ചെയ്യാം. മിച്ചം എന്തുണ്ട് മക്കളെ? മിച്ചം എന്തുണ്ട് പറ? 3x പിന്നെ -2y -6 = 30. ഈ -6 അപ്പുറം പോകുമ്പോൾ എന്ത് വരും? 3x -2y = +6 ആവും അല്ലെ? അപ്പൊ 30 + 6 എത്ര കിട്ടി? 36. രണ്ടാമതൊരു ഇക്വേഷനും കൂടെ കിട്ടിയതുണ്ടാ. ആദ്യത്തെ ഇക്വേഷൻ എന്താണ് നമുക്ക് കിട്ടിയത്? ഇത് -2x + 3y = -6. രണ്ടാമത് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 3x -2y = 36 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുള്ള പേസ്, അത് ഞാൻ പറഞ്ഞത് പേഴ്സ് ഓഫ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഇത് രണ്ടും നമുക്ക് പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലെ? പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായി പഠിച്ചതിന് ശേഷം ഇതിന്റെ അകത്ത് നിങ്ങൾ അതറിയാമെങ്കിൽ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ അറിയാൻ പറ്റും. ആ എക്സും വൈയും ആണല്ലോ നമ്മുടെ ലെങ്തും ബ്രെഡ്ത്തും അല്ലെ? അപ്പൊ ഈ രണ്ടും പേഴ്സ് ഓഫ് ഇക്വേഷൻ വെച്ച് നമ്മൾ എക്സും വൈയും കണ്ടുപിടിച്ചാൽ നമുക്ക് x = 20 കിട്ടും, y = എത്ര കിട്ടും? 12 കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം പേഴ്സ് ഓഫ് ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ചെയ്തു നോക്കിയാൽ നമുക്ക് x = 20 കിട്ടും. ദാറ്റ് x = ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിളും അതേപോലെ തന്നെ y = ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. വളരെ സിമ്പിളാണ്. ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് അപ്പോൾ ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.